ഞങ്ങളെ ബ്ലേഡ് രാജുവിൻ്റെ ഭാര്യ വിളിച്ചു വരുത്തി അടിച്ചു. പാസ്റ്റർ റെജിമോന്റെ വെളിപ്പെടുത്തൽ. ബ്ലേഡ് രാജുവിനെ വീട്ടിൽ കയറി റെജിമോൻ എന്ന പാസ്റ്ററും കുടുംബാംഗങ്ങളും മർദ്ദിച്ചു എന്ന തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ITV ന്യൂസ് ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത കണ്ട് കഴിഞ്ഞ ദിവസം റെജിമോൻ എന്ന പാസ്റ്റർ അവിടെ എന്താണ് നടന്നതെന്ന് ഞങ്ങളോട് വിശദീകരിക്കുന്നത് കേൾക്കുക. അതുപോലെ ബ്ലേഡ് രാജു പണം കൊടുക്കുന്നത് വരെ അവർക്ക് താമസിക്കുവാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീട് കൊടുത്തു. അതുപോലെ തന്നെ അമേരിക്കൻ മലയാളിയായ മലപ്പുറം സ്വദേശി ജോർജ് ഫിലിപ്പ് കളരിക്കൽ എന്ന വ്യക്തിയുടെ 1,43,00,000 രൂപ പറ്റിച്ചു എന്ന് കാണിച്ച് അദ്ദേഹം നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നതും ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു. ആ വിഷയവും സെറ്റിലാക്കി എന്ന് കാണിച്ച് അദ്ദേഹം ITV ന്യൂസിൽ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതും പ്രേക്ഷകർക്ക് കേൾക്കാവുന്നതാണ്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ബ്ലേഡ് രാജുവിൻ്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും പണത്തിനായി കയറി ഇറങ്ങുന്നത്. പലരും ആത്മഹത്യ ചെയ്യുവാൻ റെഡിയായി ക്യാനുകളിൽ പെട്രോളും വീടിന് മുന്നിൽ തൂങ്ങുവാൻ കയറുമൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളും പോലീസും ബ്ലേഡ് രാജുവിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. ബ്ലേഡ് രാജുവും മക്കളും ആളുകളോട് പേ പിടിച്ച രീതിയിലാണ് പെരുമാറുന്നത്. നീയൊക്കെ പണം തിരികെ മേടിക്കാമെങ്കിൽ മേടിച്ചോ, എല്ലാത്തിനെയും ED കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാണ് പാവപ്പെട്ട നിക്ഷേപകരെ വിരട്ടുന്നത് എന്ന് പണം നഷ്ടപ്പെട്ടവർ ITV ന്യൂസിനോട് പറഞ്ഞു. അതുപോലെ പണം നഷ്ടപ്പെട്ടവരുടെ ജില്ലകൾ തിരിച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി പാസ്റ്റർ റെജിമോനും ജോർജ് ഫിലിപ്പ് കളരിക്കലും പറയുന്നത് കേൾക്കുക. ഒരു റജി എന്നും പറഞ്ഞൊരു പാസ്റ്റർ പേര് കൊടുത്തിരുന്നല്ലോ, നെടുമ്പറമ്പിലിന്റെ. ആരെയാ സംസാരിക്കുന്നത്? ഞാൻ റജി തന്നെ. അപ്പൊ ഞങ്ങളുടെ പൈസ 15 ലക്ഷം അവിടെ കൊടുത്തത് ശരിയാണ്. ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിന്റെ പൈസ തരാന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ, ഇത് തന്നില്ല. കുറച്ച് നാളായിട്ട് തരാന്ന് പറയുന്നു, തരുന്നില്ല. ഞങ്ങളുടെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടതാണ്. തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരുന്ന ഓരോ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞായറാഴ്ച രാവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രേസി എന്ന് പറയുന്ന സഹോദരി വിളിച്ചിട്ട് വൈകുന്നേരം ചെല്ലാൻ പറഞ്ഞു. വൈകുന്നേരം ചെന്ന് ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് ചെന്നപ്പോ അവര് അവിടെ ഇല്ല. അവര് അവിടെ ജോലിയില്ല, അടുക്കള എന്തോ ജോലി ചെയ്യുമായിരുന്നു. ഈ രാജു എന്ന് പറയുന്ന ആളുള്ളത്. അയാള് പറഞ്ഞു, ഞങ്ങൾ ചോദിച്ച് അമ്മാമ ഞങ്ങളെ വിളിച്ചിരുന്നു പൈസ തരാന്ന് പറഞ്ഞു. അമ്മാമയല്ല പൈസ തരുന്നത്, ഞാനാ തരുന്നേ, എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ പൈസയില്ല, പൈസ ഉള്ളപ്പോ തരുമെന്ന് പറഞ്ഞു. ഇയാള് ഞങ്ങളെ ഉന്തി തള്ളി ഇനി പുറത്താക്കി, വീടിന് വെളിയിലാക്കി. ഞാനും വൈഫും കൂടെ ചെന്നത്. എന്നിട്ട് ഇദ്ദേഹം എന്റെ പുറത്ത് ഇങ്ങനെ ഒരു അടി അടിച്ച്, മേലെ ഇങ്ങോട്ട് പൈസയ്ക്ക് വരരുത് എന്ന്, പൈസ ഉള്ളപ്പോ വിളിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു വഴക്ക് ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് ഇനി പോരുന്നു. അത് കഴിഞ്ഞ് അന്നേരം ഇറങ്ങാൻ നേരത്ത് അമ്മാമ വന്നിട്ട് പറഞ്ഞ്, റജി നാളെ രാവിലെ 10 മണി കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പൊ എന്റെ കുഞ്ഞിന് ഗൾഫിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മക്കളും വൈഫും കൂടെ ചെന്നത്. മക്കളെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോ പെൺകുട്ടികളോ? ആൺകുട്ടികൾ. അപ്പൊ ഞങ്ങള് അവിടെ ചെന്ന് 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞ് 10:30 ആയപ്പോഴും ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പൈസ വാങ്ങാനായിട്ട്. അപ്പൊ ഇദ്ദേഹം അവിടെ ഇല്ല, അജു എന്ന് പറയുന്ന ആളില്ല. അദ്ദേഹത്തിന്റെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിച്ചത് അദ്ദേഹത്തിന്റെ വൈഫ് ഗ്രേസി എന്ന് പറയുന്ന സഹോദരിയാണ്. അപ്പൊ അവരെ കാണാൻ ഈ ജ്യേഷ്ഠന്റെ മകൻ ശ്യാം എന്ന് പറയുന്ന ആള് സമ്മതിക്കത്തില്ല. ഞങ്ങൾ പറഞ്ഞു അവരെ കാണാൻ ഒരാഴ്ച തന്നെ കാണണമെന്ന് പറഞ്ഞ പറ്റത്തില്ല, ഇവിടെ ഇപ്പൊ അങ്ങനെ കാണാൻ ഒക്കത്തില്ല, പൈസ ഉള്ളപ്പോ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി എന്റെ ഷർട്ടിന് കയറി പിടിച്ച് എന്റെ പുറത്ത് 2 ഇടി ഇടിച്ച് എന്നെ അവരുടെ സിറ്റ് ഔട്ടിൽ നിന്ന് വെളിയിലോട്ട് തള്ളി. അങ്ങനെ തള്ളി വീണ ഞാൻ എഴുന്നേറ്റ് വീണ്ടും കയറി അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞപ്പോ എന്റെ വൈഫിന്റെ ഷോള്, കഴുത്തേലുള്ള ഷോളിനകത്ത് പിടിച്ച് വൈഫിനെയും തള്ളി വിട്ടത്. ഇത് കണ്ടോണ്ടിരുന്ന മക്കള് അയാളെ കയറി പിടിച്ച് അങ്ങനെ വീണ് ആണ് അയാളുടെ മുഖം മുറിഞ്ഞത്. അല്ല ഞങ്ങള് ആയുധം കൊണ്ട് പോയിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ആയുധം ഇല്ല, ഞങ്ങൾ ആരെ അടിച്ചിട്ടും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി വീണ് വീഴ്ചയിൽ സംഭവിച്ചതാണ്. പോലീസിനെ സ്വാധീനിച്ച് ഇട്ടിട്ട് ഞങ്ങൾ കയറി അടിച്ചത്. അവിടെ അത്രയും ആൾക്കാർ നിൽപ്പുണ്ട്, ഒരു 10-40 പേര് നിൽപ്പുണ്ട് പൈസയ്ക്ക് വന്നവരോ. അത്രയും പേര് കണ്ടോണ്ട് നിൽക്കുവോ. പക്ഷെ ആർക്കുള്ള സൈഡ് പറയാനില്ല, ഒരു വക പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്നത് പോലെ നിൽക്കുക. അപ്പൊ അങ്ങനെ പോലീസുകാർ വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു. പോലീസുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായി, ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങളുള്ള സത്യാവസ്ഥ മൊത്തവും പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധമില്ല. ജാമ്യമില്ലാ വകുപ്പൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത്. എന്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് അവിടെ ചോദിച്ച് ഞങ്ങള് കുഴപ്പമില്ല, കുറച്ചു നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. പിന്നെ ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കാന്ന് പറഞ്ഞു. അതല്ലാതെ ഞങ്ങൾ അക്രമം കാണിച്ചിട്ടില്ല, ഞങ്ങളെ അടിച്ചതാണ്. എനിക്ക് 4 അടിയുണ്ട്. 4 അടിയുണ്ട്. പുറത്തടിച്ചത് അടിച്ച് വൈഫിനെയും പിടിച്ചു തള്ളി, എന്നെയും പിടിച്ചു തള്ളി വിട്ട്. ഇത് കണ്ടോണ്ട് ഇദ്ദേഹം ഭയങ്കര സുവിശേഷ പറച്ചിലും ഭയങ്കര ദൈവവചനം പറച്ചിലും ഒക്കെയാണല്ലോ ഈ മനുഷ്യൻ. എന്നിട്ട് ഈ പണിയും കാണിച്ചോ? അയ്യോ, അവൻ കാണിക്കുന്ന പരിപാടിയൊന്നും പറയണ്ട.
എന്തോന്നും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അവര് പറയുന്നത് ഞങ്ങൾ കൊടുത്തു തീർക്കും എന്നൊക്കെയാ. ഇപ്പം ഒത്തിരി പേര് ഇവരുടെ വീടുകളിലൊക്കെ പൈസയ്ക്ക് വരുന്നുണ്ടോ? ഒത്തിരി പേര് വരുന്നുണ്ട്, അവരുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം ഒത്തിരി പേര് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് എങ്ങനെ നിങ്ങൾ പൈസ കൊടുക്കാനിടയായ സംഭവം എങ്ങനെയാ? ഇത് പ്രത്യേകിച്ച് കൊടുക്കാനിടയായ നിങ്ങളുടെ സംഭവം എന്ന് സമുദായ പറയുന്നത് അംഗം ആയതുകൊണ്ടാണോ അതോ ഇയാളുടെ മറ്റുള്ളവർ വിശ്വാസം കൊണ്ടോ? മറ്റുള്ളവർ പരിചയപ്പെടുത്തി, ഇപ്പൊ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് കൊടുത്തത്. അപ്പൊ നമ്മുടെ വീട് വിറ്റ പൈസയാണ് ഇത് കൊടുത്തത്. എത്ര വർഷത്തേക്കാ പുള്ളി കൊടുത്തതോ പ്രതിമാസോ? ഒരു വർഷത്തേക്ക് ആദ്യം ഇട്ടത്. അത് അതിന്റെ പലിശ തന്നു. 2-ാം വർഷമായപ്പം പുള്ളി പലിശയും തന്നില്ല, മുതലും തന്നില്ല. എത്ര നാളായിട്ട് പെൻഡിങ് ആയിരുന്നു? ഇപ്പൊ 2-3 മാസമായിട്ട് പെൻഡിങ്ങിൽ കിടക്കുക. ഒത്തിരി പേർക്ക് ഒരുപാട് കാലതാമസം ഉള്ളവരുണ്ട്. കൂടുതലും ഈ പെന്തക്കോസ് അംഗങ്ങളാണ് തോന്നിയ കൂടുതലും പൈസ ഇട്ടേക്കുന്നത് അല്ലേ? ആണ്. സ്ഥാപനങ്ങളെല്ലാം പൊട്ടല്ലായോ അതോ ഫിനാൻസ് മാത്രമേ ഉള്ളോ പ്രശ്നം? ഫിനാൻസിനകത്ത് മറ്റേ വസ്ത്രത്തിന്റെ കടയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. തിരുവല്ലയിൽ ഒരെണ്ണമുണ്ട്, പിന്നെ കോട്ടയത്തെന്തോ ഉണ്ട്. കോട്ടയത്തെന്തോ വിഷയമൊക്കെ ആയിരുന്നു, ഇതിപ്പോ സോൾവ് ചെയ്തെന്ന് പറയുന്നു. കാറുകടയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിയെന്ന് തോന്നുന്നു. ഇവര് ഏത് സഭാംഗം? IPC ആണോ? ഏത് വിഭാഗം? IPC ആണ്. ഇന്നലെ ആരാണ്ട് അടിച്ചെന്ന് വീണ്ടും പറയുന്ന കേട്ട്. ഇന്നലെ അശുദ്ധിലായിരുന്നു, ഇന്നലെ അടിച്ചെന്നു ആൾക്കാരൊക്കെ പറയുന്ന കേൾക്കുന്നേ. ആരാണ്ട് പെട്രോളും കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ പറയും. സംഭവം ഒന്നും അറിയത്തില്ല, ആരും കണ്ടില്ല. പലരും പല രീതിയിൽ പറയും. ഈ ആളുകൾ കൂടുതലും വരുന്നത് ഇവന്റെ വീട്ടിലാണോ അതോ ഇവന്റെ സ്ഥാപനത്തിലാണോ? ഓഫീസിൽ വരാത്തതുകൊണ്ട് അവന്റെ വീട്ടുകളിൽ വരും. എന്റെ വലിയൊരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടു. ഇവൻ ഭയങ്കര ദൈവവചനവും ഭയങ്കര ആത്മീയതയൊക്കെ പറയുന്നേ. ഞാൻ എന്നെ ഉപദ്രവിക്കാൻ വന്നാൽ പോലും ഞാൻ ആളെ ഒന്നും. എന്നെ 4 അടി അടിച്ചത്. ഇവന് നല്ല തടിയൊക്കെ ഉണ്ട്. മറ്റേ സാം ജോൺ എന്ന് പറയുന്ന അവൻ നല്ല ആചാരഭാഗമായ ഒരു മനുഷ്യൻ. അവന്റെ അടുത്തൊന്നും ആർക്കും പിടിച്ചു നിൽക്കാൻ ആകത്തില്ല. നമ്മള് അടിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ആദ്യം അങ്ങോട്ട് കയറി ചെന്ന് ഞാനിപ്പോ എന്നെ വിളിച്ചോണ്ടാണ് ഞാൻ കയറി ചെന്നത്. അപ്പൊ ലസീമാമെ കാണണമെന്ന് പറഞ്ഞു. അവരാ എന്നെ വിളിച്ചത് പൈസ തരാമെന്ന്. അപ്പൊ അങ്ങോട്ട് കയറ്റി വിടത്തില്ല, അവൻ പിടിച്ച് ഇനി തള്ളി ആദ്യം. ഞാൻ ചോദിച്ചെന്തിനാ ഈ തെള്ളുന്നത്? ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊക്കെ അടിക്കുമെന്ന് പിടിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ വന്നില്ലല്ലോ. എന്തെങ്കിലും വാക്ക് തർക്കും. ആദ്യത്തെ ദിവസം ചെന്നപ്പോ ഞങ്ങളെ അങ്ങ് പിടയ്ക്കകത്ത് പിടിച്ച് കയറ്റി. ഈ രാജു എന്ന് പറയുന്നത് കഥവ് കൂട്ടി ഞങ്ങൾ കഥവ് ചാവി പറഞ്ഞു. ഞാൻ ചോദിച്ചെന്തിനാ കഥവ് കൂട്ടുന്നതെന്ന് ചോദിച്ചു. ഞാൻ കഥവിന്റെ ചാവി വലിച്ചൂടി കഥവ് തുറന്നു. കഥവ് തുറന്ന് ഞങ്ങൾ ഇനി പുറത്തിറങ്ങി. ഞാനും വൈഫും മാത്രമേ ഉള്ളായിരുന്നു. അന്നേരം അവന്റെ ഉടുപ്പൊക്കെ ഊരിയിട്ട് നിനക്ക് ഞാൻ പൈസ തരാടാന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നവൻ നമ്മളെ തെള്ളി വഴി ഞാൻ പുറത്തടിച്ച് വീണു. നമ്മൾ പുറകെ നിന്ന് തെള്ളുമ്പോ അറിയത്തില്ലല്ലോ, തെള്ളുന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അന്നൊരടി എന്റെ പുറത്തടിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ ചെന്നെന്ന് പറഞ്ഞപ്പോ അവനില്ല. അവന്റെ ഈ ചേട്ടന്റെ മോനാ ഉള്ളത്. അവൻ ആചാരഭാഗമായ ഒരു മനുഷ്യനാണ്. അവനാണ് 2-3 അടി എന്നെ അടിച്ചത്. എന്നെ പൊക്കി അങ്ങ് എടുത്ത്. എന്റെ ബട്ടൺസ് എല്ലാം പൊട്ടി, ഷർട്ടിന്റെ എന്റെ പുറത്തെല്ലാം നിങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തില്ലേ? ഞങ്ങൾ അവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും കംപ്ലൈന്റ് ആക്കില്ല. നമുക്ക് അത്ര ഒരു പ്രതീക്ഷ ഇത് പോയില്ല. അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കണമെന്നുള്ളൊരു ഇത് പോയില്ല. എങ്ങനെയെങ്കിലും പൈസ വാങ്ങുമെന്നുള്ളൊരു ആശുപത്രി പോയി അഡ്മിറ്റ് ആയില്ലേ? ആശുപത്രി അഡ്മിറ്റ് ആയില്ല. ഞങ്ങളെ അങ്ങ് പോലീസുകാർ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു തീർപ്പാക്കി വിടുമെന്നുള്ളൊരു ധാരണയാണ്. പൈസ തരുമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾക്ക് ജാമ്യമില്ലാ വകുപ്പൊക്കെയാ ഇട്ടേക്കുന്നേ? കൊലപാതക ശ്രമം ഉൾപ്പെടെ. കാരണം മാരകായുധമായിട്ട് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ. എന്റെ കൊല്ലം വെച്ച് ഒരു ആയുധം പോലും, എന്റെ ഒരു ബ്ലേഡ് പോലും എന്റെ ഇല്ല. ഞങ്ങൾക്ക് ഒരു താമസിക്കാൻ ഒരു വീട് തന്നിട്ടുണ്ട്, അവന്റെ ഒരു വീട്. ഞങ്ങളിപ്പോ അവിടെ താമസിക്കാം, ഞങ്ങൾക്ക് വീടില്ല. ഞങ്ങൾ വീടില്ലാതെ ഞങ്ങളുടെ വീട് വിട്ട പൈസ അവന്റെ കയ്യിലിട്ടത്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പൈസ തരുമ്പോ എന്താ ഇറങ്ങി തന്നാ മതി എന്ന് പറഞ്ഞൊരു വീട്, ഒരു 2-3 മുറിയൊക്കെ ഉള്ള ഒരു ചെറിയ വീട് ഞാൻ മേടിച്ചിട്ടിരുന്നേ. 2.5 മേടിച്ചിട്ടിരുന്നേ. ഞങ്ങൾക്ക് അതിന്റെ ചാവിയൊക്കെ തന്നു, താമസിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ പൈസ തരുമ്പോ ഇറങ്ങി കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രേഖയൊന്നും എഴുതിയിട്ടില്ല. താമസം പറഞ്ഞ് ഞങ്ങൾക്ക് ചാവി കൈമാറി. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ താമസിക്കും. ഇവനിപ്പോഴും ദാരിദ്ര്യമാണോ? അവന്റെ ഈ കാശുണ്ടോ? എന്തോ അവസ്ഥ? ആർഭാടമായിട്ടാ ജീവിക്കുന്നത് ഇപ്പോഴും. ചെന്ന് ചോദിക്കുന്നതിനെ അടിക്കും. ഒരു മര്യാദ ഇല്ലാത്ത സംസാരമാണ്. നമ്മള് ഈ ആളുകളുടെ അടുത്തെല്ലാം ഈ പണിയാണോ അവര് കാണിക്കുന്നത്? ആളുകളുടെ അടുത്ത് എല്ലാരും വിരട്ട് വന്നു. ഈ പെന്തക്കോസ്തുകാർ മാത്രമുള്ളതോ അല്ലാത്ത ആളുകളും ഉണ്ടോ പൈസ കൊടുത്തേക്കുന്നത്? ആൾക്കാരും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും. ഇവൻ തെറിവിളിയൊക്കെ ഉണ്ടോ അതോ വലിയ മാന്യമായ ഭാഷയാണോ? മാന്യമായ ഭാഷയൊന്നുമില്ല, വെറും ഒരു അല്ലാത്ത വൾഗറായ ഭാഷകൾ. ഇവൻ നമ്മളെ അങ്ങ് ആട്ടി വിടുക. പോ കയ്യിലുള്ളപ്പോ തരും, പൈസ വരുമ്പോ തരും, നോക്കാം വരട്ടെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഇത് എത്ര നാളായി ഇപ്പൊ ഇവന്മാരുടെ വീട്ടിൽ ഇങ്ങനെ ആളുകൾ കയറി ഇറങ്ങി തുടങ്ങിയിട്ട്? ഇതിപ്പോ 3-4-5 മാസമായെന്ന് പറയുന്നുണ്ട്. ഇവന്റെ മക്കളൊക്കെ എത്ര വയസ്സുള്ളവരാ? നല്ല പ്രായമുള്ളവരാണോ? 30-35 വയസ്സ്. 30-35. അമ്മാര് മര്യാദക്കാരാണോ അതോ ഇവന്റെ കൂടെ ചട്ടമ്പികളാണോ? ഇവനെക്കാട്ടി വലിയ ചട്ടമ്പിള്ള ചാടി ഇറങ്ങുമല്ലേ അടിക്കാനായിട്ട്. പിന്നെ അവനും വന്നായിരുന്നു അടിക്കാൻ. അമ്മ രണ്ടുപേരും ചാടി ഇറങ്ങി വന്ന് അടിക്കാൻ. ചെടിച്ചട്ടിയൊക്കെ പറക്കി എറിഞ്ഞു ഞങ്ങള്. പ്ലാസ്റ്റിക്കിന്റെ ചെടിച്ചട്ടിയൊക്കെ പറക്കി ഞങ്ങളെ മാറിയിരുന്നു. എൻ്റെ പേര് ജോർജ് ഫിലിപ്പ് കളരിക്കലാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ഉള്ള ആളാണ്. നിങ്ങളുടെ ന്യൂസ് ഞാൻ കണ്ടു. ഞാൻ അമേരിക്കയിലാണ് താമസമെങ്കിലും എൻ്റെ പണമല്ല നിക്ഷേപിച്ചിരിക്കുന്നത്. ഞാൻ ഡയറക്ടറായിട്ടുള്ള ഒരു സ്കൂളിൻ്റെ ഫണ്ടാണ് അവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. അത് അവർ
2024 ജൂലൈ വരെയുള്ള പലിശ അഡ്വാൻസായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇടുക്കിയിലുള്ള സ്ഥലവും വീടും കൂടെ മെച്ചുറായ FDക്ക് വേണ്ടി കരാർ എഴുതി നൽകിയിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ട്. FIR പിൻവലിക്കാനായിട്ട് ഞാൻ അഫിഡവിറ്റ് ഫയൽ ചെയ്ത് വക്കാലത്തും കൊടുത്തിട്ടുണ്ട്. അപ്രീഷിയേറ്റ് യുവർ കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.